ഞാൻ നന്ദകുമാർ. ഞാൻ നിങ്ങളുടെ കോമേഴ്സ് പേപ്പറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പറിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിക്സ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് തിയറി രണ്ടും ഉണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലം. തിയറി നമുക്ക് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈവൻ പലർക്കും വായിച്ച് പഠിക്കാം എന്നുള്ള അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട് പല പ്രോബ്ലം പേപ്പറിനും വേണം. പക്ഷേ ഇതിൽ ബേസിക്സ്, ഇപ്പോൾ കോമേഴ്സ് പഠിച്ചവരാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർ BCom അല്ലെങ്കിൽ +2 പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ. അല്ലാതെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് തുടക്കം, നിങ്ങൾക്ക് ബേസിക്സ് നമുക്കൊന്ന് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2-way പ്രോസസ്സാണ്. സാധാരണയായിട്ട് നിങ്ങൾ പഠിച്ചവർ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്, അതിലേക്കാണ് ആദ്യം പോവുക. പക്ഷേ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ട്സൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഒരു ട്രാൻസാക്ഷൻ, മിനിമം എന്താണ് ട്രാൻസാക്ഷൻ എന്നറിയണം. കാരണം ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2-way പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ 2-way പ്രോസസ്സാണ്. 2-way പ്രോസസ്സിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ 2-way വരുമ്പോൾ ഒരു ബയർ ആൻഡ് സെല്ലർ ഉണ്ടാവും. അപ്പോൾ ട്രാൻസാക്ഷൻ ഒരു 2-way പ്രോസസ്സാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സെല്ലർ എന്ന് പറഞ്ഞാൽ വിൽക്കണയാൾ, ബയർ എന്ന് പറഞ്ഞാൽ വാങ്ങണയാൾ. അപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു? സെല്ലർ ഒരു സാധനം വിൽക്കുന്നു, ബയർ അതിന് പകരം പണം കൊടുക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ എവിടെ റെക്കോർഡ് ചെയ്യും? ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്ക്, അതിനാണ് പറയുക ജേണൽ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇതിനാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ബുക്ക് കീപ്പിംഗ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2-way പ്രോസസ്സാണ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയർ വാങ്ങുന്നു, സെല്ലർ വിൽക്കുന്നു, അതിനെ ട്രാൻസാക്ഷൻ. കാരണം ബിസിനസ് ട്രാൻസാക്ഷനാണ് ഇവിടെ പറയുന്നത്. എന്ത് വേണമെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടാവാം, ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷനാണ് പറയുന്നത്. കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലേമാൻ ലാംഗ്വേജിൽ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. സോ ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻ ദ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? ബയർ വാങ്ങുന്നു, സെല്ലർ വിൽക്കുന്നു. ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ വിച്ച് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഈസ് കോൾഡ് ആസ് ജേണൽ ഓർ ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് എവിടെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുക? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ട്രാൻസാക്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അക്കൗണ്ട്സിനെ സാധാരണയായിട്ട് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ രണ്ടായിട്ടാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. വൺ ഈസ് പേഴ്സണൽ ആൻഡ് അതർ വൺ ഈസ് ഇംപേഴ്സണൽ. പേഴ്സണലിനെ നമ്മൾ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. പേഴ്സണലിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. ഇംപേഴ്സണലിനെ റിയൽ, നോമിനൽ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷനിലാണ് വരിക. ഓക്കെ, പോകെ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്സ്. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്, കണ്ണും മൂക്കും ആത്മാവും ശരീരമുള്ള അവരെയാണ് നാച്ചുറൽ പേഴ്സൺ. ഓക്കെ, ഹ്യൂമൻ ബീയിങ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്തിലൂടെ വന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുക?
ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് അണ്ടർ ദ ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. സോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. അപ്പോൾ അത് നിയമത്തിലൂടെ വന്നു. ആ നിയമം കാണുന്നത് നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയായിട്ടാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാം, കമ്പനിക്കും ഒരു പ്രോപ്പർട്ടി വാങ്ങാം. നമുക്കൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാം, കമ്പനിക്കും എതിരെ കേസ് കൊടുക്കാം. കമ്പനിക്ക് എതിരെയും കേസ് കൊടുക്കാം, കമ്പനിക്ക് ഒരാൾക്ക് എതിരെയും. അതാണ് ഇറ്റ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമം കമ്പനിയെ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ്. കാരണം നിയമത്തിൻ്റെ കണ്ണിൽ കമ്പനിയും ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയൊക്കെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുക? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഓക്കെ, അത് നിയമത്തിലൂടെ വന്നതാണ്, നിയമത്തിലൂടെ തന്നെ പോകണം. അപ്പോൾ മാത്രമേ അത് ഇല്ലാതാവുന്നുള്ളൂ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഇത് നമ്മൾ കുറച്ച് ഡെപ്തിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, അതേപോലെ കുറച്ചുകൂടി കാര്യങ്ങൾ ഡെപ്തിൽ പോകുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവുക. എങ്കിലും ഞാൻ റിയൽ നോമിനൽ കൂടി പറഞ്ഞ ശേഷം ഇതിലേക്ക് വരാം. ദെൻ കംസ് റിയലിൽ അതിൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തി. ഉദാഹരണത്തിന് ഫർണിച്ചർ റിയൽ അക്കൗണ്ടിൽ വരിക. ഇപ്പോൾ ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, അതെല്ലാം അങ്ങനെയുള്ളതാണ് ഇത് റിയൽ അക്കൗണ്ടിൽ വരിക. ദെൻ നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസസ്, ഇൻകംസ്, അതായത് ബിസിനസ്സിൻ്റെ ചെലവുകൾ, അതേപോലെ ഇൻകംസ്, ഗെയിൻസ്, ഇതൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിൽ വരിക. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇതൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിൽ വരിക. ഈ ക്ലാസിഫിക്കേഷനിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും. ഇതിന് എല്ലാത്തിനും ഓരോ റൂളുണ്ട്. ആ റൂള് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ആ റൂളിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 2 atoms ഓഫ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 1 atom ഓഫ് ഓക്സിജൻ, H2O ഫോംസ് വാട്ടർ എന്ന് പറഞ്ഞ പോലെ ഇതിലും അതേപോലെ അക്കൗണ്ട്സിലെ റൂളാണ് എന്ന് വിചാരിച്ചാൽ മതി. ഇതിന് എല്ലാത്തിനും എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതിന് എന്നുള്ള റൂളുണ്ട്. ആ റൂള് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ഈ ട്രാൻസാക്ഷൻസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റെപ്രസെൻറ്റേറ്റീവ് മലയാളം വാക്ക് പ്രതിനിധി. അപ്പോൾ ഏതോ ഒരു വ്യക്തിയെ പ്രതിനിധീകരിച്ച് വരുന്ന വ്യക്തികൾ, ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച് വരുന്ന അക്കൗണ്ട്സ്, നമ്മൾ അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ പ്രതിനിധീകരിച്ച് വരുന്ന, അപ്പോൾ ഒരു വ്യക്തിയെ പ്രതിനിധീകരിച്ച് വരുന്ന അക്കൗണ്ട് ആണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് സാധാരണയായിട്ട് നമ്മൾ അതിൽ ഡെപ്തിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും കൂടുതൽ അറിയുമ്പോഴാണ് അറിയുക. എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വേറെ ഒരു അക്കൗണ്ടിനെ പ്രതിനിധീകരിച്ച് വരുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ വലിയ കമ്പനിയാണെങ്കിൽ 5000 ഫാക്ടറിയും ജോലിക്കാരും ഒരുപാടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5000-6000 എംപ്ലോയീസൊക്കെ എംപ്ലോയ് ചെയ്യുന്ന വലിയ കമ്പനി, ഇപ്പോൾ ബിർളയുടെയും ടാറ്റയുടെയും കൺസേൺസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്കൊക്കെ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ട് എൻട്രി ഇടുക. സാലറി കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് സാലറി എന്ന് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് പറയുകയാണ്, സാലറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്, ബിസിനസ്സിൻ്റെ ചെലവുകളാണ് എക്സ്പെൻസസ്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ചെലവാണ്. ഓക്കെ, സാലറി നമുക്ക് ചിലവാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയും. ഞാൻ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാലറിയെ നമ്മൾ ചിലവായതുകൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഇതിന് 3 റൂളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 3 റൂളിൽ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ബിസിനസ്സിലേക്ക് വന്നതിനെ ഡെബിറ്റ് ചെയ്യണം, പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡെബിറ്റ്
വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, ബിസിനസ്സിലേക്ക് വന്നതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് റിയൽ അക്കൗണ്ട് പറയുന്നത്. അതുപോലെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്, ഏതെങ്കിലും അസറ്റ് പുറത്തേക്ക് പോയാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് റൂള്. അതേപോലെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണെങ്കിൽ കളക്റ്റീവായിട്ട് പറയുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ, വാങ്ങിയ ആളെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദ ഗിവറെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതാണ് റൂള്. നമ്മൾ ഒന്നും കൂടി അത് വീണ്ടും പറയാം. ഇതിപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ദെൻ നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ചിലവ് വരുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് കോമേഴ്സ് പഠിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആക്ച്വലി വിച്ച് ഈസ് പ്ലസ് ഓർ മൈനസ് ആസ് ഇൻ മാത്തമാറ്റിക്സ്, അത് പ്ലസ് ആവാം മൈനസ് ആവാം, ഡിപ്പെൻസ് എന്നേ ഉള്ളൂ. അത് കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് സാലറി എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാലറി ഡെബിറ്റ് ചെയ്യുമ്പോൾ നൗ നമ്മൾ സാലറി അത് കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റ് നോക്കൂ. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസസിലാണ് വരിക, കാരണം അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. പക്ഷേ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ അപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പോൾ ഡെബിറ്റ് ചെയ്തു. ദെൻ അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ, ഇങ്ങനെയാണ് ജേണലിൽ എഴുതുക. നമ്മൾ ഫസ്റ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുക സാലറി അക്കൗണ്ട് ഡെറ്റർ. ദെൻ ക്രെഡിറ്റ് ക്യാഷ് പുറത്തേക്ക് പോയി, നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ. അപ്പോൾ ക്രെഡിറ്റ് ക്യാഷ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ക്യാഷ്? റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്സിൽ നിന്ന് പോയതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പോൾ എൻട്രി ഇതിനാണ്, ഇങ്ങനെ വരുന്നതിനെയാണ് പറയുക എൻട്രി, ജേണൽ എൻട്രി എന്ന് പറയുക. ദിസ് ഈസ് കോൾഡ് ആസ് ജേണൽ എൻട്രി. അതായത് ജേണൽ എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതിലത്തെ ഒരു എൻട്രിയാണ്, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഒരു ട്രാൻസാക്ഷൻ നടന്നു ഇവിടെ. എന്താണ് ട്രാൻസാക്ഷൻ? സാലറി നമ്മൾ ബിസിനസ്സിൻ്റെ ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തു. ബിസിനസ്സിലുള്ള ഒരു എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുത്തപ്പോൾ അത് ബിസിനസ്സിൻ്റെ ചിലവായിരുന്നു, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ക്യാഷാണ് പോയത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ദ അസറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ് ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ്, സോ ഹിൻസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. അങ്ങനെയാണ് ആ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് ഉണ്ടാവുന്നത്. ഇനി റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5000 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. 5000 പേർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ എൻട്രി ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു മാസം, എല്ലാ മാസവും നമ്മൾ സാലറി കൊടുക്കും. എൻട്രി ഇട്ടുകൊണ്ട് ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് വേറൊരു ഇതുകൊണ്ട് സാലറി കൊടുക്കുന്നത്, ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും സാലറി കൊടുക്കുന്നത് മന്ത്ലി ലാസ്റ്റ് ഡേറ്റിൽ തന്നെ സാലറി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. പക്ഷേ നിങ്ങൾക്ക് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണ്. സാലറി കൊടുക്കുന്ന ഡേറ്റ് നെക്സ്റ്റ് മന്തിലാണെന്ന് വിചാരിക്കുക. അതായത് ഈ മാസത്തെ സാലറി നമുക്ക് അടുത്ത മാസം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ മാസം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ 5-ാം തീയതിക്കുള്ളിലോ 10-ാം തീയതിക്കുള്ളിലോ കിട്ടുന്നത് കഴിഞ്ഞ മാസത്തെ സാലറിയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ എന്താ വരിക? എല്ലാ ഇൻകംസും വരും, ജനറലായിട്ട് ബ്രീഫായിട്ടാണ് പറയുന്നത്. അതേപോലെ എക്സ്പെൻസസും വരും. അപ്പോൾ നമ്മൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം എൻട്രി വരിക സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം ഞാൻ പറഞ്ഞു ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇവിടെ സാലറി നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ സാലറിയെ ഡെബിറ്റ് ചെയ്തു. അതേപോലെ സാലറി നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ റൂൾ അപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് എന്ന്. സാലറി ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം സാലറി കമ്പനിയുടെ എക്സ്പെൻസാണ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. ഓക്കെ, നൗ സാലറി കൊടുക്കുന്നത് എങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ക്യാഷ് പോകുമ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് എടുക്കുന്നത്, കാരണം ഏതാണ് അക്കൗണ്ട് നോക്കണം, പോകുന്നത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് comes into the business. Actually അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ക്യാഷാണ് ബിസിനസ്സിൽ നിന്ന് പോകുന്നത്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്.
ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, അതാണ് റിയൽ അക്കൗണ്ട്. അപ്പോൾ സിൻസ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്, അതാണ് റൂൾ ആയതുകൊണ്ട് നമ്മൾ ക്യാഷിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് എൻട്രി, ഈ എൻട്രി ഫോം ആവുന്നത്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ ഒരു മാസം നമ്മൾ ഇത്രയും എൻട്രീസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ സാലറി എല്ലാ മാസവും ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിലും സാലറി എല്ലാ മാസവും മന്ത് എൻഡിൽ തന്നെ ക്രെഡിറ്റ് ആവും. അതാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും നടക്കുന്നത്. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ എന്താവും, നമ്മൾ സാലറി ഈ മാസത്തെ സാലറി നമുക്ക് അടുത്ത മാസമാണ് കൊടുക്കുക. അപ്പോൾ ഈ മാസത്തെ സാലറി അടുത്ത മാസം, ആ മാസത്തെ സാലറി പിന്നത്തെ മാസം. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയുക എല്ലാ ഇൻകംസും വരും, എല്ലാ എക്സ്പെൻസസും വരും. ഇത് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ലൈഫിൽ ഉള്ളതാണ്. ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ്. അതാണ് പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ്. അപ്പോൾ ഇൻകം കൂടിയിരുന്നാൽ ലാഭമാണ് എക്സ്പെൻസിനേക്കാൾ, അതുപോലെ എക്സ്പെൻസ് ഇൻകത്തെ കൂടിയിരുന്നാൽ ലോസാണ്, എക്സ്പെൻസ് ഇൻകത്തേക്കാൾ കൂടിയിരുന്നാൽ അത് ലോസാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ എക്സ്പെൻസസും ഇവിടെ വരും, എല്ലാ ഇൻകം വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലാഭമാണോ നഷ്ടമാണോ. അപ്പോൾ ഇതിൽ ബിസിനസ്സിലൊരു കാര്യമുണ്ട്, ബിസിനസ്സിലൊരു പ്രിൻസിപ്പിളുണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറൈവ് ചെയ്യുമ്പോൾ അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഒരു വർഷത്തെ മുഴുവൻ എക്സ്പെൻഡിച്ചറും ഒരു വർഷത്തെ അതേപോലെ ഇൻകം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ആ ഒരു വർഷത്തെ മുഴുവൻ എക്സ്പെൻഡിച്ചർ ഇവിടെ എടുക്കുമ്പോഴാണ് നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവുക. അപ്പോൾ ചില എക്സ്പെൻസ് എടുക്കാതെ നമ്മൾ ഇൻകം എക്സ്പെൻഡിച്ചർ ചെയ്ത് നോക്കിയിട്ട് ലാഭമാണെന്ന് പറയുന്നതിൽ ശരിയല്ലല്ലോ, അപ്പോൾ ട്രൂ ആവുന്നില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൂ ആൻഡ് ഫെയർ ആവണമെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ മുഴുവൻ വരണം, ആ എക്സ്പെൻഡിച്ചർ മുഴുവൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാസത്തെ സാലറി അടുത്ത മാസം കൊടുക്കുമ്പോൾ, ഈ മാസത്തെ സാലറി നമ്മൾ അടുത്ത മാസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ. അപ്പോൾ ഏപ്രിലിലെ സാലറി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിലെ സാലറി മെയ്യിൽ കൊടുക്കും, മെയ്യിലെ സാലറി ജൂണിൽ കൊടുക്കും, ജൂണിലെ സാലറി ജൂലൈയിൽ കൊടുക്കും. അങ്ങനെ കൊടുത്തു വരുമ്പോൾ ഏപ്രിൽ ടു മാർച്ച് വരുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു മാർച്ചിലെ സാലറി, ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ്. മാർച്ചിലെ സാലറി കൊടുക്കുക നമ്മൾ അടുത്ത ഏപ്രിലാണ്, അടുത്ത വർഷം, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഏപ്രിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരിക സാലറി എന്ന് പറയുന്നത് 11 മാസത്തെ സാലറി മാത്രമേ ഇവിടെ അക്കൗണ്ടഡ് ആവുകയുള്ളൂ. അപ്പോൾ അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവില്ല, 12 മാസത്തെ സാലറി വേണം. അപ്പോൾ സാലറി ശരിക്കും മാർച്ചിലെ സാലറി ഉണ്ട്, പക്ഷെ അത് കൊടുക്കുന്നത് ഏപ്രിലിലാണ്. അപ്പോൾ ഏപ്രിൽ കൊടുക്കുമ്പോഴേ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മാർച്ചിലെ സാലറി നമുക്ക് ഇവിടെ വരില്ല, 11 മാസത്തെ സാലറി മാത്രമേ വരുള്ളൂ. കാരണം മാർച്ചിലെ സാലറി അടുത്ത വർഷമാവും, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആവും. അപ്പോൾ അതൊരു കട്ട് ഓഫ് ഡേറ്റ് ആണ്, മാർച്ച് കഴിയുമ്പോഴാണ്, ഏപ്രിലാണ് അത് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ സാലറി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ സാലറി കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താവുന്നത്, നമ്മൾ ടു ക്യാഷ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുന്നത് റിയൽ. കൊടുത്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്, ഏപ്രിലാണ്, മാർച്ച് ആ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ അത് കൊടുക്കണില്ല. ഇറ്റ് ഈസ് അവർ ലയബിലിറ്റി, ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലയബിലിറ്റി ആക്കാൻ വേണ്ടിയിട്ട്, ലയബിലിറ്റി ആയിട്ട് ബാധ്യതയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഇതൊരു ലയബിലിറ്റിയാണ്. ഇത് ആർക്കാണ് കൊടുക്കാനുള്ളത്? ഒരുപാട് സ്റ്റാഫിന് കൊടുക്കാനുള്ളതാണ്. എത്രയും 5000, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 5000 എംപ്ലോയീസിന് കൊടുക്കാൻ ഒരൊറ്റ എൻട്രി ഇടുക എന്ന് വിചാരിക്കുക. ഒറ്റ എൻട്രി മതി, ഒറ്റ എൻട്രി. ഇതിനാണ് എൻട്രി എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഒറ്റ എൻട്രി ഇട്ടു 5000 എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അപ്പോൾ 5000 പേർക്കും പല സാലറി വരും. ആ എംപ്ലോയീസ് നമുക്ക് ഉള്ളൊരു 10 ലക്ഷം രൂപയാണ് വിചാരിക്കുക സാലറി. 5000 പേർക്കുള്ള സാലറി 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ 10 lakhs ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് 10 lakhs എന്ന് പറഞ്ഞ എൻട്രി നമ്മൾ പാസ് ചെയ്യും.
അപ്പോൾ സാലറി, അപ്പോൾ ഓരോരുത്തരെയും ആക്ച്വലി എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ സാലറി എന്ന് പറയുന്നത് ഓരോരുത്തരെയും നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സാലറി നമ്മൾ ഓരോരുത്തരെയും ക്രെഡിറ്റ് ചെയ്യണം. ഓരോരുത്തരോടും നമ്മൾ ഓരോ വ്യക്തികളോടും നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ XYZ ABCD ഇങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ രാമു കൃഷ്ണൻ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 എൻട്രി പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരൊറ്റ എൻട്രി പാസ് ചെയ്തു. അപ്പോൾ ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ആ 5000 പേരോടും ഉള്ള ലയബിലിറ്റി ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ വ്യക്തികളെ പ്രതിനിധീകരിച്ച് വരുന്നതാണ് ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. അങ്ങനെയുള്ള അക്കൗണ്ടുകളാണ് നമുക്ക് എവിടെ വരിക? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണിൽ വരിക. അതുകൊണ്ടാണ് അതിനെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്.